നമസ്കാരം. കൊട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവങ്ങളിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും സ്വാഗതം. കേരള ഊരായ്മ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ആൾമാഞ്ചേരി തമ്പ്രാക്കളുടേതാണ്. കുംഭമാസത്തിലെ അവിട്ടം നക്ഷത്ര ദിനത്തിൽ കൊടികയറി ഭരണി മഹോത്സവത്തോടു കൂടി ഈ ഉത്സവം സമാപിക്കുന്നു. ആദിപരാശക്തിയായ അമ്മയാണ് കോട്ടുവള്ളിക്കാവിലമ്മ. ഈ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിലേക്ക് ദേവീസ്തുതികളാൽ പങ്കുചേർന്നിടാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി. ഇത് കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം. അഖില പ്രപഞ്ചത്തിന് ആധാരവും വരദായനയും കൂടിയായ ജഗദംബികയാണ് ശ്രീ കോട്ടുവള്ളിക്കാവിലമ്മ. അനേക ജന്മ സാധനകൾ കൊണ്ടു മാത്രം ജീവരാശിയെ പാദപൂജക്കർഹമാക്കുന്ന ആ തിരുവടികൾ ദർശിക്കുവാനും പൂജിക്കുവാനും അവസരം ലഭിച്ച നമ്മൾ അസുലഭ ഭാഗ്യത്തിന് ഉടമകളാണ്. കാലദേശങ്ങളെ അതിർവർത്തിച്ച് കുടികൊള്ളുകയും കാരുണ്യത്തിൻ്റെ ദേവഗംഗ ഭക്തരിലേക്ക് പകരുകയും ചെയ്യുന്ന പരബ്രഹ്മരൂപിണിയായ കോട്ടുവള്ളിക്കാവിലമ്മ അഭയം തേടുന്നവർക്കെന്നും അമൃതവർഷിണിയാണ്. കേരളത്തിൽ നിരവധി ഭഗവതി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ തന്നെയും കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ഏറ്റവും പഴക്കം ചെന്ന ഭഗവതി ക്ഷേത്രമായി കണക്കാക്കിപ്പോരുന്നു. ഏകദേശം 600 മുതൽ 1000 വരെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ദേവീ ചൈതന്യം പ്രത്യക്ഷാനുഭവങ്ങളാൽ പ്രസിദ്ധമാണ്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ കോട്ടുവള്ളി പഞ്ചായത്തിലെ വള്ളുവള്ളിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായിരിക്കുന്നത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. രോഗങ്ങളാലും ദുരിതങ്ങളാലും കഷ്ടതയനുഭവിക്കുന്നവർക്ക് ആദിപരാശക്തിയാണ് കോട്ടുവള്ളിക്കാവിലമ്മ. കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകുന്നതിനും സന്താനലബ്ധിക്കും മറ്റും ക്ഷേത്ര ദർശനം നടത്തി അമ്മയോട് പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തിപ്പോരുന്ന കാരുണ്യമൂർത്തി കൂടിയാണ് കോട്ടുവള്ളിക്കാവിലമ്മ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ അനുജത്തിയും നിത്യകന്യകയുമായ ബാലഭദ്രയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി. ആലുവായിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏകദേശം 14 കിലോമീറ്ററും എറണാകുളം വടക്കൻ പറവൂർ റൂട്ടിൽ കാവിൽനട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാവുന്നതാണ്. കോവിൽ നടയായതിനാലാണ് ഈ സ്ഥലത്തിന് കാവിൽനട എന്ന പേരു കൈവന്നത്. കാവിൽനടയിൽ നിന്നും 1/2 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പ്രധാന റോഡിന് അഭിമുഖമായി കിഴക്ക് ഭാഗം ദർശനമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1000 ചില്ലാൻ വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം. അതേമാതിരി തന്നെ ഈ എലിഞ്ഞിയും 1000 ചില്ലാൻ വർഷം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കിഴക്കേ കടുങ്ങല്ലൂരുള്ള പാടത്ത് നിന്നാണ് ദേവി വിഗ്രഹം കിട്ടിയെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കൊയ്ത്തിന് പോയ സ്ത്രീകൾ അരിവാൾ ഉരസിയപ്പോൾ രക്തം പൊടിഞ്ഞു എന്നാണ് ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതൊരു ദേവി വിഗ്രഹമാണെന്ന് മനസ്സിലാക്കിയ അന്നത്തെ നാട്ടുപ്രമാണിയെ വിവരം അറിയിക്കുകയും ആ വിഗ്രഹമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ സ്ഥിതിക്ക് പാലച്ചുവട്, കിഴക്ക് വശം നിൽക്കുന്ന പാലച്ചുവട് വഴി എലിഞ്ഞിത്തറയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള കോട്ടൽക്കൽ കുടുംബത്തിലേക്ക് ഈ വിഗ്രഹം എത്തിക്കുകയും ചെയ്തു. കുറേ കാലം
ഇതിൻ്റെ പൂജാതി കർമ്മങ്ങൾ അവിടെ വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം അവിടെ ആന്തരികളില്ലാണ്ട് വന്നപ്പോൾ, ഇത് നോക്കി നടത്തുവാൻ ഉള്ള സൗകര്യങ്ങളും ആന്തരികളില്ലാതെ വന്നപ്പോൾ അഴുവാഞ്ചേരി തമ്പ്രാക്കൾക്ക് കൈമാറുകയും അഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ തലമുറകളായി കോട്ടുപള്ളിക്കാവ് ക്ഷേത്രത്തെ വളരെ നല്ല രീതിയിൽ നോക്കി നടത്തുകയും ചെയ്തു. ഇതിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും നല്ല രീതിയിൽ സഹകരിക്കുകയും മറ്റു രീതിയിലുള്ള പുരോഗമന പ്രവൃത്തികൾക്ക് മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ബാലഭദ്രയാണ്. വടക്കേ നടയിൽ പിതൃസ്ഥാനിയായി ശിവനും ഉപദേവതയായി കന്നിമൂലയിൽ ശാസ്താവും ഇരുന്നരുളുന്നു. ഇവർക്ക് ശ്രീകോവിലുകളും ഇവിടെയുണ്ട്. കന്നിരാശിയിൽ ശാസ്താവിന് പുറകിലായി സർപ്പദൈവങ്ങളെയും അതിനു സമീപത്തായി ബ്രഹ്മരക്ഷസും യക്ഷിയും ഇവരെ പ്രത്യേകം തറകളിൽ കുടിയിരുത്തിയിരിക്കുന്നു. അല്പമകലെ ക്ഷേത്രഖണ്ഡത്തിനു വെളിയിൽ ഖണ്ഡകർണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിന് അഭിമുഖമായി തന്നെ പഴയ വെളിച്ചപ്പാടിന്റെ കാരണവരുടെ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഭഗവതിക്ക് പുഷ്പാഞ്ജലി, കുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, എണ്ണവിളക്ക്, മാല, വെള്ള നിവേദ്യം, കൂട്ടുപായസം, കടും പായസം, സ്വയംവര പൂജ, നിത്യപൂജ, നെൽപ്പറ, മഞ്ഞൾപ്പറ, അരിപ്പറ ഇവയെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ശർക്കര നിവേദ്യം ദേവിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അതിനാൽ തടസ്സങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യത്തിനായി നാളും പേരും പറഞ്ഞ് ശർക്കര നിവേദ്യം അർപ്പിക്കാറുണ്ട്. ഇതൊരു ഒറ്റമൂല വഴിപാടുകൂടിയാണ്. ശിവന് വഴിപാടായി കൂവളത്തിലെ അർച്ചന, കൂവളത്തിലെ മാല, ജലധാര, എണ്ണവിളക്ക്, കറുകഹോമം, വെള്ള നിവേദ്യം, പായസ നിവേദ്യം, അഷ്ടേത്തര പൂജ, പ്രദോഷ പൂജ എന്നിവയും ശാസ്താവിന് എണ്ണവിളക്ക്, എള്ളുകിഴി, നീലാഞ്ജനം, എള്ളു നിവേദ്യം, എള്ളുണ്ട നിവേദ്യം, പായസ നിവേദ്യം, അർച്ചനകൾ മുതലായവയും സർപ്പദൈവത്തിന് അർച്ചനകൾ, മഞ്ഞൾപ്പൊടി ചാർത്തൽ, നൂറും പാലും നൽകൽ, എണ്ണവിളക്ക്, രഘുദോഷ പരിഹാര പൂജകൾ, പാൽപായസ നിവേദ്യം മുതലായവയും യക്ഷി ബ്രഹ്മരക്ഷസിന് എണ്ണവിളക്ക്, അർച്ചനകൾ, പാൽപായസ നിവേദ്യം എന്നിവയും ഖണ്ഡകർണന് കുങ്കുമം ചാർത്തലും എണ്ണവിളക്കും വഴിപാടായി നടത്തപ്പെടുന്നു. ഇതിനൊക്കെ പുറമെയായി നാടിന്റെ ഐശ്വര്യത്തിനും രോഗങ്ങളുടെ മുക്തിക്കുമായി പറയെടുപ്പും ദേവിക്ക് കളമെഴുത്തും പാട്ടും, ശാസ്താവിന് പാനകപൂജ, ശാസ്താംപാട്ട്, നടക്കൽ കെട്ടുനിറ മുതലായവയും ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നു. शास्त्रसुधा जलधे महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं भव शङ्कर देशिकमे शरणम् करुणावरुणालय पालय मां भवसागर दुःखविदूनहृदम् रचयाखिल दर्शन तत्त्वविदं भव शङ्कर देशिकमे शरणम् भवता जनता सुहिता भविता निजबोध विचारण चारुमते कलयेश्वर जीव विवेक विदा